പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. തീർച്ചയായും നിങ്ങൾ നൽകിയ വീഡിയോയുടെ തിരക്കഥ ഞാൻ മലയാളത്തിൽ തർജ്ജമ ചെയ്തു നൽകാം. ശീർഷകം: ദി കൺജ്യൂറിങ്ങിന് പിന്നിലെ യഥാർത്ഥ കഥ, സിനിമയ്ക്ക് പ്രചോദനമായ സത്യസംഭവങ്ങൾ. ദി കൺജ്യൂറിങ് എക്കാലത്തെയും പേടിപ്പെടുത്തുന്ന ഹൊറർ സിനിമകളിൽ ഒന്നായി എല്ലാവർക്കും അറിയാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ, ഇതിന് പിന്നിലെ കഥ 100% സത്യമാണ് എന്ന്. ഇന്ന് സിനിമയ്ക്ക് പ്രചോദനമായ യഥാർത്ഥ സംഭവങ്ങളിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങുകയാണ്. 1971 റോഡ് ഐലൻഡിലെ ഹാരിസ്വില്ലിലുള്ള ഒരു ശാന്തമായ കൃഷിയിടത്തിൽ ആരംഭിച്ച ഭയാനകമായ ഒരു പ്രേതബാധ. ഇതാണ് പെറോൺ കുടുംബത്തിൻ്റെയും എഡ്, ലോറൈൻ വാറൻ എന്നിവരുടെയും ഒപ്പം പിന്മാറാൻ കൂട്ടാക്കാത്ത ആ പ്രേതത്തിൻ്റെയും യഥാർത്ഥ കഥ. 1971 തണുപ്പുകാലം. 1971 തണുപ്പുകാലത്ത് റോജർ പെറോണും ഭാര്യ കരോളിൻ പെറോണും അവരുടെ 5 പെൺമക്കളോടൊപ്പം ആ വലിയ ഫാം ഹൗസിലേക്ക് താമസം മാറി. തുടക്കത്തിൽ ജീവിതം തികച്ചും മനോഹരമായിരുന്നു. ശാന്തമായ ഒരു വീട്, മനോഹരമായ ഭൂമി, ഒരു പുതിയ തുടക്കം. എന്നാൽ താമസിയാതെ തന്നെ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. വാതിലുകൾ തനിയെ തുറക്കുകയും ശബ്ദത്തോടെ അടയുകയും ചെയ്തു. ക്ലോക്കുകൾ എല്ലാ രാത്രിയിലും ഒരേ സമയത്ത് നിലച്ചു. ആരുമില്ലാത്തപ്പോൾ സാധനങ്ങൾ തനിയെ നീങ്ങി. കുട്ടികൾ ഭയപ്പെട്ട് ഉണരാൻ തുടങ്ങി. തങ്ങളുടെ മുറികളിൽ ഇരുണ്ട രൂപങ്ങൾ നിൽക്കുന്നത് കണ്ടെന്നും അവരെ നോക്കി നിൽക്കുകയായിരുന്നു എന്നും പറഞ്ഞു. ഭീകരതയുടെ ആരംഭം. കാര്യങ്ങൾ വഷളാകാൻ അധിക സമയമെടുത്തില്ല. അമ്മയായ കരോളിൻ അദൃശ്യമായ കൈകളാൽ തന്നെ സ്പർശിക്കുകയും അടിക്കുകയും തള്ളിയിടുകയും ചെയ്തതായി റിപ്പോർട്ട് ചെയ്തു. ഒരു ഘട്ടത്തിൽ തന്നെ കിടക്കയിൽ നിന്നുയർത്തി മുറിയിലൂടെ വലിച്ചെറിഞ്ഞതായി അവർ അവകാശപ്പെട്ടു. അഴുകിയ മാംസത്തിന്റെ ഗന്ധം ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നതും കുടുംബം ശ്രദ്ധിച്ചു. ഭയം ഒരു രോഗം പോലെ വീടൊട്ടാകെ പടർന്നു. പക്ഷേ അവർക്ക് മറ്റൊരിടത്തും പോകാനില്ലായിരുന്നു. അന്വേഷണവും ബാത്ഷബയും. ഉത്തരം കണ്ടെത്താൻ തീവ്രമായി ആഗ്രഹിച്ച പെറോൺ കുടുംബം അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തരായ അമാനുഷിക അന്വേഷകരായ എഡ്, ലോറൈൻ വാറൻ എന്നിവരെ ബന്ധപ്പെട്ടു. എഡ് ഒരു ഭൂതചിന്തകനും ഡെമണോളജിസ്റ്റ്, ലോറൈൻ ആത്മാക്കളെ അറിയാൻ കഴിവുള്ള ക്ലെയർവോയിന്റുമായിരുന്നു. അവർ എത്തിയപ്പോൾ തന്നെ ലോറൈൻ ഒരു ഇരുണ്ട ദുഷ്ടശക്തിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. 1800കളിൽ അവിടെ താമസിച്ചിരുന്ന ബാത്ഷബ ഷെർമാൻ എന്ന സ്ത്രീയുടെ ആത്മാവാണ് പ്രേതബാധയ്ക്ക് കാരണമെന്ന് അവർ വിശ്വസിച്ചു. ബാത്ഷബ തന്റെ കൈക്കുഞ്ഞിനെ സാത്താന് ബലികൊടുക്കുകയും മരിക്കുന്നതിനു മുൻപ് ആ സ്ഥലത്തെ ശപിക്കുകയും ചെയ്തിരുന്നുവെന്ന് പ്രാദേശിക ഐതിഹ്യങ്ങൾ പറയുന്നു. ലോറൈനിന്റെ അഭിപ്രായത്തിൽ ബാത്ഷബയുടെ ആത്മാവ് കരോളിനിൽ പിടികൂടിയിരുന്നു, കൂടാതെ അവളുടെ ആത്മാവിനെ കൈവശപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. സിയാൻസ്. ബാത്ഷബയുടെ പിടിയിൽ നിന്ന് കരോളിനെ മോചിപ്പിക്കാൻ വാറൻസ് ഒരു സീൻസ് നടത്താൻ തീരുമാനിച്ചു. ആ രാത്രിയിൽ സംഭവിച്ചതിനെക്കുറിച്ച് ഇന്നും ചർച്ചകൾ നടക്കുന്നു. റോജർ പെറോൺ പിന്നീട് പറഞ്ഞത് തന്റെ ഭാര്യ വിചിത്രമായ ഭാഷകളിൽ സംസാരിക്കുകയും അസ്വാഭാവികമായ ശബ്ദങ്ങളിൽ അലറുകയും ഒരു അദൃശ്യ ശക്തിയാൽ മുറിയിലൂടെ വലിച്ചെറിയപ്പെടുകയും ചെയ്തു എന്നാണ്. സീൻസിന് ശേഷം അമാനുഷിക പ്രവർത്തനങ്ങൾ ശാന്തമായി, പക്ഷേ അതൊരിക്കലും പൂർണ്ണമായി അവസാനിച്ചില്ല. 1980കളിൽ ഒടുവിൽ വീട് വിടുന്നതുവരെ ഏകദേശം 10 വർഷത്തോളം പെറോൺ കുടുംബം അമാനുഷിക അനുഭവങ്ങളിലൂടെ കടന്നുപോയി. സത്യവും പാരമ്പര്യവും. തങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ പ്രേതബാധകളിൽ ഒന്നായിട്ടാണ് വാറൻസ് ഈ കേസ് രേഖപ്പെടുത്തിയത്. സംഭവങ്ങൾ അതിശയോക്തിപരമാണ് എന്ന് സംശയാലുക്കൾ വാദിക്കുന്നു. പക്ഷേ ഓരോ വാക്കും സത്യമാണ് എന്ന് പെറോൺ കുടുംബം ഉറപ്പിച്ചു പറയുന്നു. ഇന്നും അവർ തങ്ങളുടെ പ്രേതബാധയെക്കുറിച്ച് സംസാരിക്കുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ സംഭവങ്ങളാണ് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ഭയപ്പെടുത്തിയ ദി കൺജ്യൂറിങ് എന്ന സിനിമയ്ക്ക് ആധാരമായത്. എന്നാൽ പെറോൺ കുടുംബത്തിന് ഇതൊരിക്കലും ഒരു കഥയായിരുന്നില്ല. അതായിരുന്നു അവരുടെ യഥാർത്ഥ ജീവിതത്തിലെ പേടി സ്വപ്നം. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ദി കൺജ്യൂറിങ് കാണുമ്പോൾ ഓർക്കുക, ആ അലർച്ചകൾ, ആ ഭയം, ആ ദുഷ്ടശക്തി, അതെല്ലാം സങ്കല്പിക്കാനാവാത്തതിലൂടെ കടന്നുപോയ യഥാർത്ഥ മനുഷ്യരിൽ നിന്നാണ് വരുന്നത്. ഒരു പക്ഷേ ബാത്ഷബയുടെ ആത്മാവ് ഇപ്പോഴും അവിടെ എവിടെയോ ഉണ്ട്, നമ്മെ നോക്കിക്കൊണ്ട്.